ഈ ക്രിസ്മസ് ദിനത്തിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട്, എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പുൽക്കൂട് നിർമ്മിക്കണമെന്നുള്ളത് എൻ്റെ മനസ്സിലുള്ളൊരു ആശയമായിരുന്നു. ക്രിസ്മസ് സ്റ്റാർ തയ്യാറാക്കിയതിന് ശേഷം ഞാനും ഇവിടുത്തെ യുവജനങ്ങളും ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. വള്ളപ്പുരയ്ക്കൽ സോജൻ എന്ന പേരുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു ആശയം എന്നോട് ആദ്യം പങ്കുവച്ചിരുന്നു. ഇങ്ങനെ വെള്ളത്തിനടിയിൽ വിദേശത്ത് എവിടെയോ ഒരിടത്ത് ഇങ്ങനെ അക്വേറിയത്തിൽ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയതിനെ പറ്റി അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ അയച്ചു തന്നിരുന്നു. അത് വെച്ചാണ് നമ്മൾ ഇങ്ങനെയൊരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ആലോചിച്ചത്. യഥാർത്ഥത്തിൽ ഇത് ആശയം സോജൻ നൽകിയെങ്കിലും എനിക്കും അത് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഞാനത് യുവജനങ്ങളെ അറിയിച്ചപ്പോൾ അവരുടെ ഇടയിൽ നിന്നും ഉരുത്തിരിഞ്ഞ കുറേ ആശയങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പുൽക്കൂടെന്ന് പറയുന്നത്. ഇത്തരമൊരു ആശയം കുട്ടനാട്ടിലെ ഈ കുട്ടമംഗലം ഇടവകയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒത്തിരി ആളുകൾ ഈ ഇടവകയുടെ പരിസരത്തിലൂടെ ഒരു ടൂറിസം ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഹൗസ് ബോട്ടിലായാലും യാത്ര ചെയ്യുന്നവർ ഈ ഒരു ദേവാലയത്തിലേക്ക് കുറച്ച് പേരെങ്കിലുമൊക്കെ വരാനായിട്ട്, സന്ദർശിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനൊക്കെ ഇടം കണ്ടെത്താറുണ്ട്. അങ്ങനെ വരുന്നവർക്ക് ഒരാകർഷണീയം ഈശോയിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ളൊരു മാർഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പുൽക്കൂട് ക്രമീകരിച്ചിരിക്കുക. ജ്ഞാനികൾ, പൂജ്യ രാജാക്കന്മാർ ഈശോയെ കണ്ടുമുട്ടിയത് നക്ഷത്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ ഇപ്രകാരമുള്ളൊരു പുൽക്കൂടിലൂടെ ഈശോയെ കണ്ടെത്താനായിട്ടും ഈശോയെ തിരിച്ചറിയാനായിട്ടുള്ളൊരു അവസരമായിട്ട് ഞങ്ങളിതിനെ മാറ്റിയെടുത്തിരിക്കുകയാണ്. വിശുദ്ധനായ ഫ്രാൻസിസ് അസീസിയാണ് ആദ്യമായിട്ട് പുൽക്കൂട് ക്രിസ്മസ് കാലത്ത്, ക്രിസ്മസ് ക്രിബ് എന്നുള്ളൊരു ആശയം ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് പലതരത്തിലുള്ള പുൽക്കൂടുകൾ എത്തിച്ചേർന്നതും അങ്ങനത്തെ പല ചിന്തകളുടെ ഫലമായിട്ട് ഇന്ന് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പ്രത്യേകതരം പുൽക്കൂടാണിത്. ഒത്തിരി ആത്മാഭിമാനത്തോടെ, സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് സമർപ്പിക്കുന്നത്. ആദ്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അക്വേറിയത്തിൻ്റെ ഗ്ലാസ്സിനകത്ത് മാത്രം ഈ പുൽക്കൂട് നിർമ്മിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രം ഉള്ളായിരുന്നു. പിന്നെ ഈ കുട്ടനാടിൻ്റെ ഒരു പശ്ചാത്തലവും കൂടെ മുമ്പിൽ കണ്ടുകൊണ്ട് ഒരു അക്വേറിയത്തിനകത്ത്, അതായത് കുറച്ച് മീനുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു ഒന്നുകൂടി വിപുലീകരിച്ചാലോ അല്ലെങ്കിൽ ഒരു നാച്ചുറാലിറ്റി നൽകിയാലോ എന്നൊക്കെ ചിന്തിച്ചപ്പോഴാണ് അത് വെള്ളത്തിനടിയിൽ പുൽക്കൂട് ക്രമീകരിക്കാനുള്ള ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇതൊരു ആദ്യത്തെ സംരംഭമാണ്. ഈ ഇടവകയിലെ യുവജനങ്ങളുടെ കഴിവ് തെളിയിച്ച, അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ട അവരുടെ കഴിവുകളെ മനസ്സിലാക്കി നമുക്ക് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ പറ്റിയതിലുള്ള സന്തോഷം ഞാൻ ഈ സമയം അറിയിക്കുന്നു. ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും, ആഗതമാകുന്ന ഒരു പുതുവത്സരത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.